എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഡിന്നർ വ്ളോഗാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾക്ക് മസാല ദോശ കഴിച്ചാലോ എന്നൊരു തോന്നൽ ഉണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് ഈ കർണാടക സ്റ്റൈൽ മസാല ദോശ ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അധികം പുറത്തുനിന്ന് ഈ മസാല ദോശയൊന്നും വാങ്ങിക്കാറില്ല. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ അരി ഉഴുന്നും മാവ് അരച്ചതും ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങ് ഉണ്ടാക്കാമെന്ന്. പൊട്ടറ്റോ പുറത്തുപോയി വാങ്ങിക്കേണ്ടി വന്നു. അപ്പോൾ അതെല്ലാം ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മസാല ദോശയും നല്ലൊരു ചട്നിയും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം, പൊട്ടറ്റോ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അത് തൊലി കളഞ്ഞ് ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ഒത്തിരി വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട, ഒരല്പം വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു 3 വിസിൽ കേൾപ്പിച്ചാൽ മതി. ഇത് എത്രയും വെള്ളം മതി ഒരു 2 പൊട്ടറ്റോയ്ക്ക്. ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇങ്ങനെയല്ലേ വേവിക്കുന്നത്, കട്ട് ചെയ്തിട്ടല്ലേ വേവിക്കുന്നത്. അപ്പോൾ അങ്ങ് വെന്തുടഞ്ഞ് കലങ്ങി പോകല്ല വെള്ളത്തിനകത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 വിസിലടുപ്പിച്ച് കഴിഞ്ഞാൽ പാകത്തിന് വെന്ത് കിട്ടും. അത് വെന്തുടഞ്ഞ് അങ്ങ് കലങ്ങി പോകത്തില്ല, നമുക്ക് ഉടയ്ക്കാൻ പാകത്തിന് കിട്ടും. അല്ലെങ്കിൽ ഈ 2 പൊട്ടറ്റോ തൊലി കളയാതെ നന്നായിട്ട് കഴുകിയിട്ട് ഒന്നോടെ അങ്ങ് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തൊലി കളഞ്ഞ് ഉടച്ചെടുത്താൽ മതിയല്ലോ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് സബോളയാണ് എടുക്കുന്നത്. പിന്നെ സബോള ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും, ഇത്ര മാത്രം മതി. പിന്നെ എനിക്കും ശ്രീഹരിക്കും പൊട്ടറ്റോ മാത്രം ഇട്ടുള്ള മസാല ദോശയാണ് കൂടുതലും ഇഷ്ടം. ഈ ക്യാരറ്റും അങ്ങനെയുള്ള ഗ്രീൻ പീസും അങ്ങനെയൊന്നും ചേർക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ ഞങ്ങൾക്ക് ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റൈൽ മസാല ദോശ ഇഷ്ടമാണ്, ബീറ്റ്റൂട്ടൊക്കെ ചേർത്ത്. പക്ഷേ ഇന്നപ്പോൾ ശ്രീഹരി പറഞ്ഞു പൊട്ടറ്റോ മാത്രം മതി, ബീറ്റ്റൂട്ട് ചേർക്കേണ്ടതെന്ന്. ആദ്യം ഞാൻ വിചാരിച്ചു നമുക്കൊരു ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റൈൽ മസാല ദോശ ഉണ്ടാക്കാവുന്നത്. പിന്നെ ഇത് മാത്രം മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ അത് മാത്രമാണ് എനിക്കും കൂടുതൽ ഇഷ്ടം, പൊട്ടറ്റോ മാത്രമുള്ള മസാല ദോശ. അപ്പം പിന്നെ ഞാൻ സബോളയും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. അപ്പോൾ ഇത്രയും മാത്രം മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഏകദേശം ഒരു 3 വിസിൽ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങ് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ മസാലയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നല്ല ഒരു ചട്നി അരയ്ക്കാം. നമ്മുടെ തേങ്ങാ ചമ്മന്തി വെളുത്ത ചട്നിയാണ്. നമ്മൾ ഈ തമിഴ് റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പം കിട്ടുന്ന തമിഴ് സ്റ്റൈൽ, എനിക്ക് തമിഴ് സ്റ്റൈൽ മസാല ദോശയും ചട്നിയും ഭയങ്കര ഇഷ്ടമാണ്. ഈ ശരവണ ഭവനിലൊക്കെ കിട്ടുന്ന ഒരു മസാല ദോശയും ചമ്മന്തിയും. അപ്പം എനിക്കിങ്ങനെ ഉള്ളിയൊന്നും നമ്മൾ ചേർക്കത്തില്ല ഈ ചമ്മന്തിക്കകത്ത്. തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും മാത്രം. അപ്പോൾ തേങ്ങ കുറച്ച് കൂടുതൽ എടുക്കണം, കാരണം നല്ല കട്ടയ്ക്കിരിക്കണം. ഇങ്ങനെ ഒഴിച്ച ചമ്മന്തി ഇങ്ങനെ ഇങ്ങനെ ഒഴുകി പോകല്, വെള്ളത്തിലായിരിക്കല്ലേ, കട്ട ചമ്മന്തി ആയിരിക്കണം. എന്നിട്ട് അത് കടുക് വറുത്തിടുകയും വേണം. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ തേങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് കട്ടിക്ക് അരച്ചെടുക്കുക. അരച്ച് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് കടുക് വറുത്തെടുക്കണം. അപ്പം കട്ടിക്ക് ഇങ്ങനെ അരച്ചെടുക്കുക. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ പൊട്ടറ്റോ ഏകദേശമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കടുക് വറുത്തിട്ടിട്ട് നമുക്ക് നമ്മുടെ പൊട്ടറ്റോ മസാല ഉണ്ടാക്കാം. എനിക്ക് ഈ പൊട്ടറ്റോ ആക്ച്വലി കലങ്ങി പോകുന്നൊരു പേടിയുണ്ടായിരുന്നു. കാരണം എപ്പോഴും ഞാൻ പൊട്ടറ്റോ ഇങ്ങനെ ഒന്നോടെയാണ് വേവിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാനങ്ങ് തൊലി കളഞ്ഞങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓർക്കുന്നത് ഇത് നമ്മൾ പൊട്ടറ്റോ മസാലയ്ക്ക് വേണ്ടിയിട്ടല്ലേ, അപ്പോൾ എങ്ങാനും വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പൊട്ടറ്റോ വെന്തങ്ങ് കലങ്ങിപ്പോയാലോ എന്നുള്ളത്. അപ്പം ഞാനിത് വേഗം തുറന്ന് നോക്കുവാണ്. അപ്പോൾ തുറന്ന് നോക്കിയപ്പോഴത്തേനും കലങ്ങിയിട്ടൊന്നുമില്ല, ഇങ്ങനെ കഷ്ണത്തിൽ തന്നെ ഇരിക്കുകയാണ്. അത് വേഗം ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഉടയാൻ പാകത്തിന്. അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ച് ഒരു 3 വിസിലടിച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടും. ഇനി നമുക്ക് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ പാനിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ചമ്മന്തിക്ക് നമുക്ക് ആദ്യം കടുക് വറുക്കാം. സെയിം കടുക് വറുക്കുന്ന ഐറ്റംസ് തന്നെയല്ലേ നമ്മൾ മസാലയ്ക്കും ചമ്മന്തിക്കും ഒരുപോലത്തെ കാര്യങ്ങളല്ലേ. കടുക്, മുളക്, ഉഴുന്നുപരിപ്പ്, കറിവേപ്പില, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇതിൽ തന്നെ രണ്ടും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ എടുത്തു. അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കടുക് വറുത്ത് നമുക്ക് ചമ്മന്തിക്കകത്തേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിൽ തന്നെ നമ്മുടെ പൊട്ടറ്റോ മസാലയും കൂടെ ഉണ്ടാക്കാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സെയിം പാൻ തന്നെ വെച്ചിട്ടുണ്ട്, ഞാൻ കഴുകിയിട്ടൊന്നുമില്ല. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. പിന്നെ പൊട്ടറ്റോ മസാലയ്ക്ക് വേണ്ടിയിട്ട് കടുക്, ഉഴുന്നുപരിപ്പ്, പിന്നെ നമ്മുടെ മുളക്, പിന്നെ കറിവേപ്പില, ഇത്രയും സംഗതികളിട്ട് കടുക് വറുത്തെടുക്കണം. അപ്പോൾ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഒന്നിട്ട് മൂപ്പിക്കണം. എന്നിട്ട് ഞാൻ കറിവേപ്പില ചേർത്ത് എന്നിട്ടാന്നേ ഉള്ളൂ, അതിപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അത് കടുക് നല്ലതായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ സബോള ചേർത്ത് കൊടുക്കണം. സബോള ഒരു മീഡിയം സൈസ് സബോളയേ ഉള്ളൂ, അത് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വേണം വഴറ്റാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിന് ഉപ്പുമൊക്കെ കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഞാനിതിനകത്ത് മുളക് പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. പിന്നെ എരിവിന് 2 പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക, പച്ചമുളകിൻ്റെ എരിവ്. ഞങ്ങൾക്ക് പിന്നെ അധികം ഈ മസാല ദോശയ്ക്കൊന്നും അധികം എരിവ് വേണമെന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ പൊട്ടറ്റോയ്ക്കകത്ത് കുറച്ച് വെള്ളം കൂടെ ഒന്ന് വറ്റിച്ചിട്ടുണ്ട്. അത് കുറച്ച് തുറന്ന് വെച്ച് ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്, ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ആ പൊട്ടറ്റോയ്ക്കകത്ത് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പൊട്ടറ്റോ മാത്രം അതിനകത്ത് ഇട്ടാൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. പിന്നെ വേറെ മുളക് പൊടിയൊന്നും ഞാൻ ചേർക്കത്തില്ല. ഈ പൊട്ടറ്റോ വേവിച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അതിനകത്തെ വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ച് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മാത്രം മതി, അല്ലാതെ വേണ്ട. എല്ലാം കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പം പൊട്ടറ്റോ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. മസാല ദോശയ്ക്ക് നല്ലതായിട്ട് ഉടഞ്ഞിരിക്കണ്ടേ. അപ്പം ഞാൻ സ്വല്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ആ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് മൊത്തം ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ മസാല ഇവിടെ നല്ല ഭംഗിയിൽ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് ദോശ ഇടാം. ഈ ദോശക്കല്ല് ചെറിയ ദോശക്കല്ലാണ്. ഈ ദോശക്കല്ലിന് എൻ്റെ ഇരട്ടി പ്രായം കാണും. കാരണം ഇത് എൻ്റെ അമ്മയുടെ അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ദോശക്കല്ല്, പിന്നെ അത് അമ്മ ഉപയോഗിച്ചു, ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നു. അപ്പം അത്രയും പഴക്കമുള്ള ഒരു ദോശക്കല്ലാണ് അതാണ്. അതുകൊണ്ട് ഞാൻ ഇതുവരെ ഇത് മാറ്റിയിട്ടില്ല. എനിക്കിത് മാറ്റാനും എനിക്ക് തോന്നുന്നില്ല. അപ്പം ചെറിയ ദോശക്കല്ലാണ്. പണ്ടൊക്കെ അത്രേ ഉള്ളൂ. ഇപ്പം ഇരുമ്പിൻ്റെ തന്നെ വലിയ ദോശക്കല്ലും ഒക്കെ ഉണ്ട്. മസാല ദോശയും നെയ് റോസ്റ്റും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി വലിയ ദോശക്കല്ലുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെ ഇത് മാറാൻ തോന്നിയിട്ടേ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇത് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ദോശക്കല്ലിൽ തന്നെയാണ് ദോശ ഇടുന്നത്. അതുകൊണ്ട് മസാല ദോശയുടെ ആ വലുപ്പത്തിന് കുറച്ച് കുറവായിരിക്കും എപ്പോഴും. ദോശയുടെ വലുപ്പം മാക്സിമം ഇത്ര കിട്ടത്തുള്ളൂ. പിന്നെ ഇതുവരെ എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല ഈ ദോശക്കല്ല് മാറ്റി വേറൊരു ദോശക്കല്ല് വാങ്ങിക്കണമെന്ന് ഞാൻ തോന്നിയിട്ടേ ഇല്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. അതാണ് എൻ്റെ മസാല ദോശയൊക്കെ മാക്സിമം ഈ വലുപ്പമായിരിക്കും. പക്ഷേ ടേസ്റ്റിനൊരു കുറവും കാണത്തില്ല. അപ്പം ഞാൻ ദോശ ചുട്ടു. സ്വല്പം നെയ്യൊക്കെ ചേർത്ത് വേണം ചൂടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് എനിക്ക് തിരിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചിട്ട് ആണ് ദോശ എടുക്കുന്നത്. മസാല ദോശ സാധാരണ എല്ലാവരും ഇങ്ങനെ വെന്ത് കഴിഞ്ഞാൽ അതിനകത്ത് മസാല വെച്ചിങ്ങനെ മടക്കുകയാണ് ഞാൻ കാണുന്നത്. പക്ഷേ എനിക്കിത് വെന്തോന്നൊരു പേടി വരും ഇതിങ്ങനെ തിരിച്ചിട്ടില്ലെങ്കിൽ. അപ്പം ഞാൻ ദോശ ചുട്ടിട്ട് അത് ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കുറച്ചൊരു 30 സെക്കൻഡ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് പിന്നെ വീണ്ടും തിരിച്ചിട്ടിട്ടാണ് മസാല വെക്കുന്നത്. അപ്പം ഞാൻ ഒരു ദോശ ചുട്ട് മസാല ദോശ ചുട്ട് ശ്രീഹരിക്ക് കൊടുത്തു. ഞാനിപ്പോൾ അടുത്തതും കൂടെ ചുടുവാണ്. അപ്പം ഇങ്ങനെ ഒരു 2 എണ്ണം മസാല വെച്ചത് മതിയാവും. അപ്പോഴത്തേനും വയറ് നിറയും. മസാല വെച്ചല്ലേ കഴിക്കുന്നത്. അപ്പം പിന്നെ ചുമ്മാ സാധാ ദോശയായിരിക്കും കഴിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ മാക്സിമം മസാല വെച്ചത് കഴിക്കത്തുള്ളൂ, ചെറുതായതുകൊണ്ട്. അപ്പം നമ്മുടെ മസാല ദോശയും റെഡിയായി, ഇവിടെ ചട്നിയും റെഡിയായി. അപ്പോൾ ഇന്നത്തെ മസാല ദോശ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.